വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒത്തിരി നാളായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് വേറൊന്നുമല്ല, കുറച്ച് തിരക്കായിപ്പോയി, പിന്നെ ചെറിയ മടിയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും ഒരു വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു സ്വീറ്റാട്ടോ. എന്നാന്നറിയില്ല, കുറച്ച് നേരം വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ക്രേവിങ്സ്, ഗുലാബ് ജാം ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കാനൊരാഗ്രഹം. അപ്പം നമുക്ക് അതുണ്ടാക്കാം. പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഇടയ്ക്ക് എൻ്റെ കുട്ടിയുടെ ബഹളമൊക്കെ കേൾക്കാം, നിങ്ങളത് കാര്യമാക്കരുത്. ഇടയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തുമ്പോൾ ഒക്കെ കുറച്ച് കരയുമൊക്കെ ചെയ്യും. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇത്രയും ബ്രെഡുണ്ട്. ഞാൻ ആക്ച്വലി എനിക്കും കുഞ്ഞിപ്പെണ്ണിനും മാത്രമേ ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്ര ഇഷ്ടമൊന്നുമല്ല, സ്വീറ്റിനോട് അത്ര താല്പര്യമൊന്നും ഇല്ലാത്തവരാണ്. അപ്പം കുറച്ച് ബ്രെഡ് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ബ്രെഡിൻ്റെ സൈഡിലത്തെ ഭാഗമില്ലേ, ബ്രൗൺ കളറിലിരിക്കുന്നത്, അത് നമുക്ക് ആദ്യം കളഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ബ്രെഡ് ഇങ്ങനെ സൈഡൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ബ്രെഡേ ഉള്ളൂ കേട്ടോ, ഒരു 5-6 ഉള്ളൂ. അപ്പം ഞാൻ ഇത് വെക്കണ്ടെന്നാണ് ഓർത്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതും കൂടി ഇടാണ്. സത്യത്തിൽ ഇതും കൂടി ഇട്ടുണ്ടാക്കുന്നവരും ഉണ്ട്, ഉണ്ടാക്കാത്തവരും ഉണ്ട്. ഞാൻ നേരത്തെ ഇടുമായിരുന്നു, ഇപ്പം നിങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇടണ്ടെന്ന് വെച്ചതാണ്. പക്ഷെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇതും കൂടി വെക്കാം. ഇത് നമുക്ക് ഇതിനകത്തേക്ക് പാലൊഴിച്ചിട്ട്, കുറച്ച് പാൽ മതി, പാലൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. അത്ര പെർഫെക്റ്റ് ബോൾസ് ഒന്നുമല്ല, പിന്നെ നമ്മൾ മാത്രമല്ല കഴിക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. പാലിൽ വെച്ച് കുഴച്ചിട്ട് നമ്മളിങ്ങനെ, എനിക്ക് ഇച്ചിരി പാൽ കൂടിപ്പോയായിരുന്നു, പക്ഷേ വേറെ ബ്രെഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി നമുക്ക് സിറപ്പ് ഉണ്ടാക്കാം. ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഏലക്കയും കൂടി ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യാം. നമ്മളിപ്പോഴത്തെ സ്റ്റൗവിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ബോൾസ് മൊത്തം വറുത്തെടുക്കണം. ഇവിടെ നമ്മൾ സിറപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചൊരു ചെറിയ ആയിട്ടൊന്ന് വറ്റണം വെള്ളം, ഒത്തിരി വേണ്ട. ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്യുകയാണ്. ഇത് വെളിച്ചെണ്ണയിലാണ് സാധാരണ ഫ്രൈ ഞാൻ ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നെയ്യിൽ വറുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. ഞാൻ നല്ല ഫ്ലെയിമിൻ്റെ സൈഡ് മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറാവണം. ഇരുത്തിയിട്ട് പോയതിൻ്റെ കോലാണ് കാണുന്നത്. ഒരു കപ്പ് കേക്ക് തിന്നാൻ കൊടുത്തായിരുന്നു, അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. ഹലോ കുഞ്ഞാ, ഹായ്. എന്നെടുക്കുവാടാ കുഞ്ഞുപെണ്ണിൻ്റെ കണ്ണേതാ? അതാണോ? ഗുഡ് ഗേൾ. തലമുടി ഏതാ? തലമുടി അയ്യോ വലിക്കണ്ട, ഗുഡ് ഗേളാണേ. എല്ലാ സൈഡും മുരിഞ്ഞ് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പഞ്ചസാര സിറപ്പിലേക്ക് ഇതിടാം. നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഗുലാബ് ജാമുൻ. ഞാൻ ചൂടോടുകൂടിയാണ് ബോൾസ് ഇട്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ പുകയൊക്കെ വരുന്നത്. പിന്നെ ഇതൊന്ന് മെൽറ്റാവണം, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഷുഗർ സിറപ്പ് കയറണം, അപ്പോഴാണ് തിന്നാൻ ടേസ്റ്റ് ഉള്ളത്. അപ്പം ഞാൻ ഇത് റെഡി ആയി കഴിഞ്ഞത് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, കുറച്ച് ടൈം ഞാൻ വെയിറ്റ് ചെയ്തു. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് മുറിച്ച് കഴിഞ്ഞതിനകത്തേക്ക് പൊടിഞ്ഞു പോകും. സോ ഇങ്ങനെ തന്നെ കഴിച്ചേക്കാം. ഒറിജിനൽ ഗുലാബ് ജാം തോറ്റുപോകും ഗൈസ്. നല്ല ടേസ്റ്റ് ആട്ടോ ഗൈസ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി, എന്നിട്ട് കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.